സങ്കീർത്തനം 94 അധ്യായം 21 വാക്യം. നീതിമാന്റെ ജീവനെതിരെ അവർ ഒത്തുചേർന്നു, നിർദോഷകനെ അവർ മരണത്തിന് വിധിക്കുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ശക്തികേന്ദ്രമാണ്, എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും. അവരുടെ അകൃത്യം അവിടുന്ന് അരികിലേക്കു തന്നെ തിരിച്ചുവിടും. അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും. ദുഷ്ടൻ്റെ അഭിവൃദ്ധിയോ അവൻ്റെ ഐശ്വര്യമോ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവ് ദുഷ്ടനെ അവന് മാനസാന്തരമുണ്ടാവുമോ, അവന് മാറ്റമുണ്ടാവുമോ എന്നറിയുവാൻ ഈശോ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ അവസാനം അവൻ വീണാൽ എഴുന്നേൽക്കാൻ സാധ്യമല്ല. എന്നാൽ നീതിമാൻ പല പല ദുരിതങ്ങളിലും പ്രശ്നങ്ങളും ഉണ്ടാവുമെങ്കിലും അതിന് ആയുസില്ല. അവൻ വീണാലും വീണെടുത്തുനിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ദുഷ്ടനെ നോക്കി നമ്മൾ അസൂയപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട. നീതിമാന് എന്നേക്കുമായ ഒരു ഐശ്വര്യം ദൈവം തരും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ കൺമുമ്പിൽ തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട്. എന്നെ തന്നെ ഞാൻ മറ്റാരെയും ഉദാഹരണം വയ്ക്കണ്ട. എനിക്ക് എന്നെ തന്നെ ഒരു കൂട്ടത്തോടെ എന്നെ ആക്രമിച്ച് സ്വന്തം കുടുംബത്തിലും അയൽക്കാരിലും നാട്ടുകാരിലും ആരും എന്നോട് സംസാരിക്കാത്ത വിധം എൻ്റെ പേരിനെ കളങ്കപ്പെടുത്തി എന്നെ അപമാനിതയായി ഒരു മനുഷ്യൻ പോലും എന്നോട് ആ ദേശത്ത് മിണ്ടുകയില്ലായിരുന്നു. തമ്പുരാൻ നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറയുകയും കൂട്ടിക്കുത്തുണ്ടാക്കുകയും അല്ലെങ്കിൽ തെറ്റായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും വിലയും ഉള്ളൂ. അനീതിക്കെതിരെയോ ദുശ്ശീലങ്ങൾക്ക് അകപ്പെടാതെയോ സത്യസന്ധമായി നീതിയായി വിശുദ്ധിയായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് പേരുദോഷമുണ്ടാകും. മോശമായി നടക്കുന്ന ഒരു സ്ത്രീ അല്ലെ പുരുഷൻ അവരെപ്പോഴും നല്ലതായിരിക്കും ജനത്തിൻ്റെ മുമ്പിൽ. പക്ഷേ നീതിയായിട്ട് നടക്കുന്നവൻ്റെ തലയിലേക്ക് അവർ അനീതിയും അപവാദങ്ങളും അവൻ്റെ പേരിന് കളങ്കവും അവൻ്റെ ഉപജീവന മാർഗത്തെയും തടസ്സപ്പെടുത്തി ഏതെല്ലാം രീതിയിൽ ഒരു മനുഷ്യനോട് കുത്തി ഒരു മനുഷ്യനെ കുത്തി വേദനിപ്പിച്ചാൽ അവനെ കുത്തിയാൽ അവന് പെട്ടെന്ന് ജീവൻ പോകും. പക്ഷേ അവൻ്റെ ഹൃദയത്തിനേക്കുന്ന മുറിവ് ഇഞ്ചിഞ്ചായി കുത്തി വേദനിപ്പിക്കുമ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു ശക്തി നമ്മുടെ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ആ വചനത്തിലൂടെ ഈശോയെ അതിഗാഢമായി സ്നേഹിക്കുന്നതിൽ മാത്രമാണ് ഈ ഒരു വചനം ഇടാൻ പോലും ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എത്രമാത്രം എന്നെ ഒറ്റപ്പെടുത്തി അപമാനപ്പെടുത്തിയോ അത്രമാത്രം ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിച്ചു. മനുഷ്യൻ്റെ സ്നേഹമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. എനിക്ക് ഈ ഒരു ജില്ല മൊത്തം എന്നെ വെറുത്താലും എന്നെ അത് ബാധിക്കുകയില്ലായിരുന്നു. എന്നെ സ്നേഹിക്കുവാൻ ഒരിക്കലും കളങ്കപ്പെടുത്താതെ വിശ്വസ്തനായി എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള എൻ്റെ ദൈവം മാത്രമേ ഉള്ളെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓരോ വേദനകളും ഓരോ അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും വരുമ്പോൾ ഞാൻ ഓടിപ്പോയി എന്നെ ആശ്രയിക്കുന്നത് എൻ്റെ വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ കെട്ടിപ്പിടിച്ച് ഞാൻ പറയും, ഈശോയെ അങ്ങ് എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഈശോയെ ഉപേക്ഷിക്കുകയില്ലെന്ന് ചങ്കത്ത് ബൈബിൾ ചേർത്ത് പിടിച്ച് ഞാൻ അപ്പോഴും വചനം ആവർത്തിച്ച് വായിച്ച് ഈശോയോടുള്ള സ്നേഹം എനിക്ക് അങ്ങ് ആർത്തിയായിരുന്നു. എനിക്ക് കൂടുതൽ ദുരിതങ്ങളും അപവാദങ്ങളും വരുമ്പോൾ ഞാൻ ഈശോയെ അതുമാത്രം സ്നേഹിച്ച് ആ ബൈബിൾ അനുസരിച്ച് വചനത്തെ ഞാൻ ആഴപ്പെട്ടു. എപ്പോഴെല്ലാം ബൈബിൾ വായിക്കാൻ കിട്ടും ഓടി ഓടി വന്ന് ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വചനം വായിക്കും. മക്കളെ, വചനത്തിൽ മുറുകെ പിടിക്കുക, ബൈബിൾ മുറുകെ പിടിക്കുക, വചനം ആവർത്തിച്ച് ചെല്ലുക. നിൻ്റെ ജീവിതത്തിൽ ഒരു ദുഷ്ടശക്തികൾക്കും തൊടാനാവില്ല. നിന്നെ അപമാനിപ്പിച്ച ഓരോ വ്യക്തിയും നിൻ്റെ കാൽക്കീഴിൽ വരും. ആ പൊന്നു തമ്പുരാൻ കാണിച്ചു തരും. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ആരെല്ലാം അപമാനപ്പെടുത്തിയോ അവരെൻ്റെ അടുക്കൽ തന്നെ വന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അടുത്ത് വരണമെന്ന്. പക്ഷേ ദൈവം അവരെ ആ തെറ്റേതാ ശരിയേതാണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ ദൈവം അവർക്ക് ദുഷ്ടനൊരവസരം കാണിച്ചു കൊടുക്കും.